മെഷീൻ ടൂൾ ടിപ്സിൽ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെർനിയർ കാലിപ്പറാണ്. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വളരെ കൃത്യമായി എങ്ങനെ അളവുകൾ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വെർനിയർ കാലിപ്പറിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നത് ഔട്ട്സൈഡ് ജായാണ്, ഔട്ട്സൈഡ് ജാസ്. ഇത് ഇൻസൈഡ് ജാസ്. ഇതാണ് വെർനിയർ സ്കെയില്, ഇത് ഈ കാണുന്നത് മെയിൻ സ്കെയിൽ. ഇതാണ് ഡെപ്ത് ബാർ. ഇതാണ് സ്റ്റെപ്പ് എടുക്കാനുള്ള അളവെടുക്കാം. വെർനിയർ സ്കെയിലിനെ 50ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 0.02 mm ആണ്. വെർനിയർ സ്കെയിലിനെ 20ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലീസ്റ്റ് കൊണ്ടുള്ള വെർനിയർ കാലിപ്പറുണ്ട്. അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 20 ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 0.05 ആയിരിക്കും. ഇനി 10ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, വെർനിയർ സ്കെയിലിനെ 10ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 0.1 ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെർനിയർ കാലിപ്പറാണിത്. ഇതിൻ്റെ ലീസ്റ്റ് കൊണ്ട് 0.02 ആണ്. 0.02 ആകുമ്പോൾ ഇതിൻ്റെ വെർനിയർ സ്കെയിലിനെ 50ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 50 ഡിവിഷൻ ഉണ്ട്.